നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷനാണ് കണ്ടത്. സ്പ്രെഡ്ഷീറ്റ് എന്ന ചാപ്റ്ററിൽ 7 തരത്തിലുള്ള ഫംഗ്ഷനുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻ. ഈ കാറ്റഗറിക്ക് കീഴിൽ ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻ എന്ന കാറ്റഗറിക്ക് കീഴിൽ 7 തരത്തിലുള്ള ഫംഗ്ഷനുകൾ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ. ഇതിൽ പ്രധാനമായും നമ്മൾ നോക്കുന്നത് കൗണ്ട് ഫംഗ്ഷൻ, കൗണ്ട് എ ഫംഗ്ഷൻ, കൗണ്ട് ബ്ലാങ്ക് ഫംഗ്ഷൻ, കൗണ്ട് ഇഫ് ഫംഗ്ഷൻ, റോസ് അറേ, കോളംസ് അറേ. ഇങ്ങനെ 7 തരത്തിലുള്ള ഫംഗ്ഷനുകളാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൗണ്ട് ഫംഗ്ഷൻ, കൗണ്ട് എ ഫംഗ്ഷൻ, കൗണ്ട് ബ്ലാങ്ക് ഫംഗ്ഷൻ, കോളംസ് അറേ ഫംഗ്ഷൻ, റോസ് അറേ ഫംഗ്ഷൻ, കൗണ്ട് ഇഫ് ഫംഗ്ഷൻ. 6 തരത്തിലുള്ള ഫംഗ്ഷനുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിലുള്ള ഓരോ ഫംഗ്ഷനുകളും നമ്മൾക്ക് വിശദമായി ചർച്ച ചെയ്യാം. അതിൽ ആദ്യത്തേത് കൗണ്ട് ഫംഗ്ഷൻ. കൗണ്ട് ഫംഗ്ഷൻ എന്താണ്? കൗണ്ട് ഫംഗ്ഷൻ it returns the number of cells in a cell range that contain number. നമ്പർ ഉൾപ്പെടുന്ന സെൽ റേഞ്ചിലുള്ള സെല്ലുകളുടെ എണ്ണമാണ് ഇത് നൽകുന്നത്. സെൽ റേഞ്ചിൽ നമ്പർ ഉൾപ്പെടുന്ന സെല്ലുകളുടെ എണ്ണമാണ് ഇത് നൽകുന്നത്. സെൽ റേഞ്ചിലുള്ള നമ്മൾ സെലക്ട് ചെയ്ത സെൽ റേഞ്ചിലുള്ള നമ്പർ ഉൾപ്പെടുന്ന സെല്ലുകളുടെ എണ്ണമാണ് കൗണ്ട് ഫംഗ്ഷൻ നൽകുന്നത്. ഇതിന്റെ സിന്റാക്സ് ഈക്വൽ ടു കൗണ്ട് വാല്യൂ 1 വാല്യൂ 2 എക്സെട്ര. ഈക്വൽ ടു കൗണ്ട് വാല്യൂ 1 വാല്യൂ 2 എക്സെട്ര, അല്ലെങ്കിൽ ഈക്വൽ ടു കൗണ്ട് റേഞ്ച്. ഇതാണ് കൗണ്ട് ഫംഗ്ഷന്റെ സിന്റാക്സ്. എക്സാമ്പിൾ: A1 മുതൽ E1 വരെ ഉള്ള സെൽ റേഞ്ചിൽ നമ്പർ ഉൾപ്പെടുന്ന സെല്ലുകളുടെ എണ്ണമാണ് ഇത് നൽകുന്നത്. നമ്പർ ഉൾപ്പെടുന്ന സെല്ലുകളുടെ എണ്ണം എത്രയാണ്? A, B, D. ഈ സെല്ലുകളിലാണ് നമ്പർ സ്ഥിതി ചെയ്യുന്നത്. 1, 2, 3. റിസൾട്ട് കാണാൻ ആഗ്രഹിക്കുന്ന സെല്ല് സെലക്ട് ചെയ്യുക. അവിടെ ഈക്വൽ ടു ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സെൽ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റിനുള്ളിൽ സെൽ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ 3 എന്നാണ്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി പരിശോധിച്ച് നോക്കാം. ഇവിടെ ഒരു ബോക്സ് നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഈ ബോക്സിൽ എത്ര എണ്ണം നമ്പറുകൾ സ്ഥിതി ചെയ്യുന്നു? ഈ ബോക്സിൽ നമ്പർ ഉൾപ്പെടുന്ന സെല്ലുകളുടെ എണ്ണം എത്രയാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫംഗ്ഷന്റെ പേര് കൗണ്ട് ഫംഗ്ഷൻ എന്നാണ്. റിസൾട്ട് കാണാൻ ആഗ്രഹിക്കുന്ന സെല്ല് സെലക്ട് ചെയ്യുക. അവിടെ ഈക്വൽ ടു സൈൻ രേഖപ്പെടുത്തുക. അതിനുശേഷം കൗണ്ട് എന്ന് രേഖപ്പെടുത്തുക. കൗണ്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. അങ്ങനെയെങ്കിൽ ബ്രാക്കറ്റിനുള്ളിൽ കർസർ വന്നിട്ടുണ്ട്. ഇനി സെല്ല് മുതൽ അവസാന സെല്ല് വരെ നമ്മൾ മൗസ് ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് സെൽ അഡ്രസ് കോളൻ ലാസ്റ്റ് സെൽ അഡ്രസ് ഈ ബ്രാക്കറ്റിനുള്ളിൽ വന്നിട്ടുണ്ടാവും. A1 കോളൻ E5. ഓക്കെ, ഇനി എൻ്റർ കീ പ്രസ് ചെയ്യുക. അങ്ങനെയെങ്കിൽ 5 എന്നാണ്. ഈ സെലക്ട് ചെയ്ത സെൽ റേഞ്ചിൽ നമ്പർ ഉൾപ്പെടുന്ന സെല്ലുകളുടെ എണ്ണം 5 ആണ്. അങ്ങനെയെങ്കിൽ 1, 2, 3, 4. റിസൾട്ട് കാണേണ്ട സെല്ല് സെലക്ട് ചെയ്യുക. ഈക്വൽ ടു സൈൻ ടൈപ്പ് ചെയ്യുക. കൗണ്ട് എന്ന് രേഖപ്പെടുത്തുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. കർസർ ബ്രാക്കറ്റിനുള്ളിൽ വന്നിട്ടുണ്ടാകും. ആദ്യ സെല്ല് മുതൽ അവസാന സെല്ല് വരെ നമ്മൾ മൗസ് ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക. തുടർന്ന് എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇങ്ങനെയാണ് കൗണ്ട് ഫംഗ്ഷൻ കാണുന്നത്.
അടുത്തത് കൗണ്ട് എ ഫംഗ്ഷൻ. കൗണ്ട എന്ന് പറയാം, അല്ലെങ്കിൽ കൗണ്ട് എ ഫംഗ്ഷൻ. കൗണ്ട് ഓൾ ഫംഗ്ഷൻ എന്നാണ് ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. കൗണ്ട് ഓൾ ഫംഗ്ഷൻ എല്ലാം കൗണ്ട് ചെയ്യുന്നു, എല്ലാം കൗണ്ട് ചെയ്യുന്നു. എന്താണ് കൗണ്ട് എ ഫംഗ്ഷൻ? It returns the number of cells in a cell range that contains number and text. നമ്പറുകളും ടെക്സ്റ്റുകളും ഉൾപ്പെടുന്ന ഒരു സെൽ റേഞ്ചിലുള്ള സെല്ലുകളുടെ എണ്ണമാണ് ഇത് നൽകുന്നത്. നമ്പറുകളും ടെക്സ്റ്റുകളും ഉൾപ്പെടുന്ന സെൽ റേഞ്ചിലുള്ള സെല്ലുകളുടെ എണ്ണമാണ് കൗണ്ട് എ ഫംഗ്ഷൻ നൽകുന്നത്. ഇത് എംപ്റ്റി സെല്ലുകൾ കൗണ്ട് ചെയ്യുന്നില്ല. ഇത് കൗണ്ട് ചെയ്യുന്നത് നമ്പർ, ഫോർമുല, ടെക്സ്റ്റ് മുതലായവയാണ്. ഒരു സെല്ലിൽ നമ്മൾ നമ്പർ രേഖപ്പെടുത്തിയാലും ടെക്സ്റ്റ് രേഖപ്പെടുത്തിയാലും ഫോർമുല രേഖപ്പെടുത്തിയാലും അത് കൗണ്ട് ചെയ്യും. എന്നാൽ ബ്ലാങ്ക് ആയിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അത് കൗണ്ട് ചെയ്യുന്നില്ല. ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു കൗണ്ട് എ, വാല്യൂ 1, വാല്യൂ 2. ഇതിൻ്റെ സിൻടാക്സ് ഈക്വൽ ടു കൗണ്ട് എ, വാല്യൂ 1, വാല്യൂ 2, എക്സെട്ര. അല്ലെങ്കിൽ ഈക്വൽ ടു കൗണ്ട് എ റേഞ്ച് ഓഫ് സെൽ. ഇവിടെ എക്സാമ്പിൾ നോക്കൂ, ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. ഫോർമുല ബാറിൽ ഈക്വൽ ടു കൗണ്ട് എ A1:F1. A1 മുതൽ F1 വരെയുള്ള ഈ സെൽ റേഞ്ചിൽ ഏതൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? നമ്പർ ഉൾപ്പെട്ടിട്ടുണ്ട്, ടൈം ഉൾപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഡേറ്റ് ഉൾപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ടെക്സ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇത് കൗണ്ട് ചെയ്യും, ഇതെല്ലാം തന്നെ ഇത് കൗണ്ട് ചെയ്യും. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എത്ര സെല്ലുകളിൽ ഡാറ്റ ഉൾപ്പെടുന്നുണ്ട്? 1, 2, 3, 4, 5, 6. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ രേഖപ്പെടുത്തിയ സിൻടാക്സ് ഈക്വൽ ടു കൗണ്ട് എ, ബ്രാക്കറ്റിനുള്ളിൽ A1:F1. A1 മുതൽ F1 വരെയുള്ള സെൽ റേഞ്ചിൽ ടെക്സ്റ്റും നമ്പറും ഉൾപ്പെടുന്ന സെല്ലുകളുടെ എണ്ണമാണ് ഇത് നൽകുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 1, 2, 3, 4, 5, 6 എന്നായിരിക്കും. ഈ ഫംഗ്ഷൻ രേഖപ്പെടുത്തിയതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. നമുക്ക് കിട്ടുന്നത് 6 എന്നാണ്. നമ്മൾക്ക് ഒരു എക്സാമ്പിൾ, കൗണ്ട് എ ഫംഗ്ഷന്റെ എക്സാമ്പിൾ നോക്കാം. ഈ ബോക്സിൽ നമ്പറും ടെക്സ്റ്റും ഉൾപ്പെടുന്ന എത്ര സെല്ലുകൾ ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടത് റിസൾട്ട് കണ്ടുപിടിക്കേണ്ട സെല്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈക്വൽ ടു സൈൻ രേഖപ്പെടുത്തുക. കൗണ്ട് എ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുക. കൗണ്ട് എ, എൻ്റർ കീ പ്രസ് ചെയ്യുക. എൻ്റർ കീ. അങ്ങനെയെങ്കിൽ കർസർ ബ്രാക്കറ്റിനുള്ളിൽ വന്നിട്ടുണ്ട്. തുടർന്ന് ഫസ്റ്റ് സെല്ല് മുതൽ അവസാന സെല്ല് വരെ നമ്മൾ മൗസ് ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. A1:E5 11. ഇനി നമ്മൾ എണ്ണി നോക്കാം. ഈ ബോക്സിൽ ടെക്സ്റ്റും നമ്പറും ഉൾപ്പെടുന്ന എത്ര സെല്ലുകളുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ഓക്കെ, 11. എങ്ങനെയാണ് കാണേണ്ടത്? ഈക്വൽ ടു കൗണ്ട അല്ലെങ്കിൽ ഈക്വൽ ടു കൗണ്ട് എ. എൻ്റർ കീ പ്രസ് ചെയ്യുക. ബോക്സിന്റെ ഫസ്റ്റ് സെല്ല് മുതൽ അവസാന സെല്ല് വരെ മൗസ് ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക. തുടർന്ന് എൻ്റർ കീ പ്രസ് ചെയ്യുക. കൗണ്ട് എ. അടുത്തത് കൗണ്ട് ബ്ലാങ്ക് ഫംഗ്ഷൻ. എന്തായിരിക്കും കൗണ്ട് ബ്ലാങ്ക് ഫംഗ്ഷൻ? It returns the number of empty cells in a cell range. ഒരു സെൽ റേഞ്ചിലുള്ള ശൂന്യമായ സെല്ലുകളുടെ എണ്ണമാണ് ഇത് നൽകുന്നത്. ഒരു സെൽ റേഞ്ചിലുള്ള ശൂന്യമായ സെല്ലുകളുടെ എണ്ണമാണ് കൗണ്ട് ബ്ലാങ്ക് ഫംഗ്ഷൻ നൽകുന്നത്. സിൻടാക്സ്. ഇതിന്റെ സിൻടാക്സ് ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക് റേഞ്ച് ഓഫ് സെൽ.
ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക് റേഞ്ച് ഓഫ് സെൽസ്. ഈ എക്സാമ്പിൾ നോക്കൂ. ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക് A1 കോളൻ E1. A1 മുതൽ E1 വരെയുള്ള സെൽ റേഞ്ചിൽ ശൂന്യമായ സെല്ലുകളുടെ എണ്ണം എത്ര? ഇവിടെ C1 കോളത്തിൽ ഒന്നുമില്ല. ഇതിനെയാണ് നമ്മൾ എംപ്റ്റി സെൽ, ശൂന്യമായ സെൽ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഒന്നായിരിക്കും. നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക് ബ്രാക്കറ്റിനുള്ള റേഞ്ച് നൽകുക A1 കോളൻ E1 എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക 1. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ ബോക്സിൽ ശൂന്യമായ സെല്ലുകളുടെ എണ്ണം എത്ര? എങ്ങനെ നമ്മൾ കാണാം? റിസൾട്ട് കാണേണ്ട സെല്ല് സെലക്ട് ചെയ്യുക, തുടർന്ന് ഈക്വൽ ടു സൈൻ രേഖപ്പെടുത്തുക, കൗണ്ട് ബ്ലാങ്ക് എന്ന് ടൈപ്പ് ചെയ്യുക, കൗണ്ട് ബ്ലാങ്ക് എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ആ സമയം ബ്രാക്കറ്റിനുള്ളിൽ കർസർ വന്നിരിക്കും. റിസൾട്ട് കാണേണ്ട സെൽ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് സെല്ല് മുതൽ അവസാന സെല്ല് വരെ മൗസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, A1 കോളൻ E5. തുടർന്ന് എൻ്റർ കീ പ്രസ് ചെയ്യുക. 14. നമുക്ക് എണ്ണി നോക്കാം എങ്ങനെയാണ്, എത്ര എംപ്റ്റി സെല്ലുകൾ ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14. എന്താണ് ചെയ്യേണ്ടത്? റിസൾട്ട് കാണേണ്ട സെല്ല് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഈക്വൽ ടു സൈൻ ടൈപ്പ് ചെയ്യുക, കൗണ്ട് ബ്ലാങ്ക് എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. കർസർ ബ്രാക്കറ്റിനുള്ളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കും. ആദ്യ സെല്ല് മുതൽ അവസാന സെല്ല് വരെ നമ്മൾ മൗസ് ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക, തുടർന്ന് എൻ്റർ കീ പ്രസ് ചെയ്യുക. 14. കൗണ്ട് ബ്ലാങ്ക്. അടുത്തത് റോസ് അറേ ഫംഗ്ഷൻ. എന്താണ് റോസ് അറേ ഫംഗ്ഷൻ? ഇറ്റ് റിട്ടേൺസ് ദി നമ്പർ ഓഫ് റോസ് ഇൻ എ സെൽ റേഞ്ച് ഓർ അറേ. ഒരു സെൽ റേഞ്ചിലുള്ള റോകളുടെ എണ്ണമാണ് ഇത് നൽകുന്നത്. ഒരു സെൽ റേഞ്ചിലുള്ള റോകളുടെ എണ്ണമാണ് റോസ് ഫംഗ്ഷൻ നൽകുന്നത്. ഒരു സെൽ റേഞ്ചിലുള്ള നിരകളുടെ അല്ലെങ്കിൽ റോകളുടെ എണ്ണമാണ് ഇത് നൽകുന്നത്. അതിന്റെ സിൻടാക്സ് ഈക്വൽ ടു റോസ് അറേ, ഈക്വൽ ടു റോസ് അറേ. എങ്ങനെയാണ് ഇത് കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ബോക്സിൽ എത്ര റോസ് ഉണ്ട് എന്ന് നമുക്ക് കാണണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് റിസൾട്ട് കാണേണ്ട സെല്ല് സെലക്ട് ചെയ്യുക, അവിടെ ഈക്വൽ ടു സൈൻ രേഖപ്പെടുത്തുക, എന്നിട്ട് റോസ് ROWS എന്നുള്ള റോ എന്നുള്ള വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് നമുക്ക് പഠിക്കാനില്ല. ഇവിടെ റോസ് എന്നുള്ളതാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ROWS റോസ്. എൻ്റർ കീ പ്രസ് ചെയ്യുക. കർസർ ബ്രാക്കറ്റിനുള്ളിൽ വന്നിട്ടുണ്ടാകും. അതിനുശേഷം ഈ ബോക്സ് നമ്മൾ സെലക്ട് ചെയ്യുക. അതായത് ഫസ്റ്റ് സെല്ല് മുതൽ അവസാന സെല്ല് വരെ നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, A1 കോളൻ E5. ഈ ബോക്സിൽ എത്ര റോ ഉണ്ട്? എത്ര റോ ഉണ്ട്? റോയെ സൂചിപ്പിക്കുന്നത് നമ്പറുകളാണ്. അപ്പോൾ 1 2 ഇവിടെ കാണാം 1 2 3 4 5. ഈ സെലക്ട് ചെയ്ത സെൽ റേഞ്ചിൽ 5 റോകളുണ്ട്. 5 റോ. അപ്പോൾ അത് കിട്ടേണ്ട ആൻസർ എത്രയാ? 5 എന്നാ. അത് കിട്ടണമെങ്കിൽ നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുക. 5 എന്താ ചെയ്യേണ്ടത്? ഈക്വൽ ടു റോസ്. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഫസ്റ്റ് സെല്ല് മുതൽ അവസാന സെല്ല് വരെ നമ്മൾ സെലക്ട് ചെയ്യുക, തുടർന്ന് എൻ്റർ കീ പ്രസ് ചെയ്യുക. 5. ഇതാണ് റോസ് ഫംഗ്ഷൻ, റോസ് അറേ ഫംഗ്ഷൻ. ഇനി അടുത്തത് കോളംസ് അറേ ഫംഗ്ഷൻ. കോളംസ് അറേ എന്തായിരിക്കും? കോളംസ് അറേ ഇറ്റ് റിട്ടേൺസ് ദി നമ്പർ ഓഫ് കോളംസ് ഇൻ എ സെൽ റേഞ്ച്. ഒരു സെൽ റേഞ്ചിലുള്ള കോളങ്ങളുടെ എണ്ണമാണ് ഇത് നൽകുന്നത്. കോളം നമ്മൾ സെലക്ട് ചെയ്ത സെൽ റേഞ്ചിലുള്ള
കോളങ്ങളുടെ എണ്ണമാണ് ഇത് നൽകുന്നത്. ഇറ്റ് റിട്ടേൺസ് ദി നമ്പർ ഓഫ് എണ്ണമാണ് ഇത് നൽകുന്നത്. ഇറ്റ് റിട്ടേൺസ് ദി നമ്പർ ഓഫ് കോളംസ് ഇൻ എ സെൽ റേഞ്ച്. ഒരു സെൽ റേഞ്ചിലുള്ള കോളങ്ങളുടെ എണ്ണമാണ് ഇത് നൽകുന്നത്. അതിന്റെ സിൻടാക്സ് ഈക്വൽ ടു കോളംസ് അറേ. അറേ എന്ന് പറഞ്ഞാൽ റേഞ്ച്. ഓക്കെ, ഈക്വൽ ടു കോളംസ് അറേ. കോളം എന്ന് മാത്രമല്ല, കോളംസ്. COLUMNS. COLUMN അങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതല്ല നമ്മളിവിടെ പഠിക്കുന്നത് കോളംസ്. COLUMNS. കോളംസ് അറേ. അറേ മീൻസ് റേഞ്ച്. ഒരു സെൽ റേഞ്ചിലുള്ള കോളങ്ങളുടെ എണ്ണമാണ് ഇത് നൽകുന്നത്. ഒരു സെൽ റേഞ്ചിലുള്ള കോളങ്ങളുടെ എണ്ണമാണ് ഇത് നൽകുന്നത്. ഈ ബോക്സിൽ എത്ര കോളങ്ങളുണ്ട് എന്ന് നമ്മൾക്ക് കണ്ടുപിടിക്കണം. നമ്മളിവിടെ തയ്യാറാക്കിയ ഈ ബോക്സിൽ എത്ര കോളങ്ങളുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ റിസൾട്ട് കണ്ടുപിടിക്കേണ്ട സെൽ സെലക്ട് ചെയ്യുക, ഈക്വൽ ടു സൈൻ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് കോളംസ് എന്ന് ടൈപ്പ് ചെയ്യുക. കോളംസ് എൻ്റർക്ക് പ്രസ് ചെയ്യുക. ആ സമയം കർസർ ബ്രാക്കറ്റിനുള്ളിൽ വന്നിട്ടുണ്ടാകും. ആദ്യ സെല്ല് മുതൽ അവസാന സെല്ല് വരെ നമ്മൾ മൗസ് ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക. തുടർന്ന് എൻ്റർക്ക് പ്രസ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ റിസൾട്ട് കാണുന്നതിന് മുമ്പ് എത്ര കോളം ഉണ്ട് നോക്കുക. കോളത്തെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണ്. എ കോളം, ബി കോളം, സി കോളം, ഡി കോളം, ഇ കോളം. ഇത്രയും കോളങ്ങളാണ് നമ്മൾ ഈ സെലക്ട് ചെയ്ത സെൽ റേഞ്ചിലുള്ളത്. ഓക്കെ, അങ്ങനെയെങ്കിൽ 1, 2, 3, 4, 5 5 കോളമാണ് റിസൾട്ടായിട്ട് വരേണ്ടത്. ഇനി എൻ്റർക്ക് പ്രസ് ചെയ്യുക. 5 ഈക്വൽ ടു കോളംസ്. എൻ്റർക്ക് പ്രസ് ചെയ്യുക. ബോക്സ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, തുടർന്ന് എൻ്റർക്ക് പ്രസ് ചെയ്യുക. 5. ഇങ്ങനെയാണ് നമ്മൾ കോളംസ് അറേ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇനി അടുത്തത് കൗണ്ട് ഇഫ് ഫംഗ്ഷൻ. കൗണ്ട് ഇഫ് ഫംഗ്ഷൻ എന്താണ്? കൗണ്ട് ഇഫ് ഫംഗ്ഷൻ ഇറ്റ് റിട്ടേൺസ് ദി നമ്പർ ഓഫ് സെൽസ് ഇൻ എ സെൽ റേഞ്ച് ദാറ്റ് മീറ്റ് എ ക്രൈറ്റീരിയ. ക്രൈറ്റീരിയ അല്ലെങ്കിൽ കണ്ടീഷൻ നിറവേറ്റുന്ന സെൽ റേഞ്ചിലുള്ള സെല്ലുകളുടെ എണ്ണമാണ് ഇത് നൽകുന്നത്. ഒരു സെൽ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്ത സെല്ലിൽ ഏത് കണ്ടീഷനാണോ നമ്മൾ നൽകിയത് ആ കണ്ടീഷൻ പൂർത്തീകരിച്ചിട്ടുള്ള സെല്ലുകളുടെ എണ്ണമാണ് ഇത് നൽകുന്നത്. ക്രൈറ്റീരിയ അല്ലെങ്കിൽ കണ്ടീഷൻ നിറവേറ്റുന്ന സെൽ റേഞ്ചിലുള്ള സെല്ലുകളുടെ എണ്ണമാണ് ഇത് നൽകുന്നത്. The criteria can be a number, text string, expression, etc. ഈ ക്രൈറ്റീരിയ ഒന്നുകിൽ നമ്പർ ആവാം, അല്ലെങ്കിൽ ടെക്സ്റ്റുകളാവാം, അല്ലെങ്കിൽ എക്സ്പ്രഷനുകളാവാം. അപ്പോൾ നമ്പറുകളാവാം, ടെക്സ്റ്റ് സ്ട്രിങ് ആവാം, അതുപോലെ തന്നെ എക്സ്പ്രഷനോ ആവാം. ഒന്നുകിൽ കണ്ടീഷൻ നമ്പറായിട്ട് കണ്ടീഷന് വേണ്ടി നമ്പർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു ഇതുപോലെയുള്ള സിംബലുകൾ വെച്ച് നമുക്ക് ക്രൈറ്റീരിയ തയ്യാറാക്കാം. ഇതിൻ്റെ സിൻടാക്സ് ഈക്വൽ ടു കൗണ്ട് ഇഫ് റേഞ്ച് ക്രൈറ്റീരിയ. കണ്ടീഷന് വേണ്ടി നമ്മൾ പരിഗണിക്കുന്ന സെൽ റേഞ്ച് ആണ് റേഞ്ച്. ക്രൈറ്റീരിയ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ കണക്കിലെടുക്കുന്ന സെൽ റേഞ്ച് ഏതാണോ ആ സെൽ റേഞ്ചിനെയാണ് ഇവിടെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ക്രൈറ്റീരിയയ്ക്ക് വേണ്ടി പരിഗണിക്കുന്ന സെൽ റേഞ്ച് ആണ് റേഞ്ച്. അടുത്തത് എന്താണ് ക്രൈറ്റീരിയ? ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ടു ബി കൺസിഡേർഡ് ഫോർ കൗണ്ടിങ് സെൽ. സെല്ലുകൾ എണ്ണുന്നതിന് വേണ്ടി പരിഗണിക്കേണ്ട കണ്ടീഷൻ. സെല്ലുകൾ എണ്ണുന്നതിന് വേണ്ടി പരിഗണിക്കേണ്ട കണ്ടീഷനാണ് ക്രൈറ്റീരിയ. ഓക്കെ, അപ്പൊ കൗണ്ട് ഇഫ് ഫംഗ്ഷന്റെ സിൻടാക്സ് ഇതാണ്. ഈക്വൽ ടു കൗണ്ട് ഇഫ് റേഞ്ച് ക്രൈറ്റീരിയ. എന്താണ് റേഞ്ച്? ക്രൈറ്റീരിയ രേഖപ്പെടുത്താൻ പരിഗണിക്കുന്ന സെൽ റേഞ്ച് ആണ് ഇവിടെ റേഞ്ച് ആയിട്ട് വരിക. എന്താണ് ക്രൈറ്റീരിയ? എണ്ണുന്നതിന് വേണ്ടി നമ്മൾ പരിഗണിക്കേണ്ട കണ്ടീഷനാണ് ക്രൈറ്റീരിയ. സെല്ലുകൾ എണ്ണുന്നതിന് വേണ്ടി പരിഗണിക്കേണ്ട കണ്ടീഷനാണ് ക്രൈറ്റീരിയ. ശ്രദ്ധിക്കുക,
ഈ ഫോർമുല ബാർ ഒന്ന് ശ്രദ്ധിച്ച്, ഈക്വൽ ടു കൗണ്ട് ഇഫ് A1 കോളൻ F1 കോമ ഡബിൾ കോട്ട്സ് ഡബിൾ ഇൻവെർട്ടഡ് കോമയില് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ക്രൈറ്റീരിയ നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ അത് ഡബിൾ കോട്ട്സിനുള്ളിൽ രേഖപ്പെടുത്തണം. ഡബിൾ കോട്ട്സിനുള്ളിൽ ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ നമ്മളത് രേഖപ്പെടുത്തണം. ഇവിടെ പറയുന്ന കണ്ടീഷൻ ഇതാണ്: A1 മുതൽ F1 വരെയുള്ള സെൽ റേഞ്ചിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60, 60ഓ അതിനു മുകളിലോ ഉള്ള സംഖ്യകളുടെ എണ്ണം എത്ര? A1 മുതൽ F1 വരെയുള്ള സെൽ റേഞ്ചിൽ 60ഓ അതിന് മുകളിൽ ഉള്ള വാല്യൂ ഉൾപ്പെടുന്ന സെല്ലുകളുടെ എണ്ണം എത്ര? 60ഓ അതിനു മുകളിൽ ഉള്ള വാല്യൂ ഉൾപ്പെടുന്ന സെല്ലുകളുടെ എണ്ണം എത്ര? 60 1, സിയില്, ഡിയില് 63, എഫ് 70. ഓക്കെ, എന്നിട്ട് എൻ്റർക്ക് പ്രസ് ചെയ്യുക. 3 എന്നായിരിക്കും വരിക. 500 അതിനു മുകളിലോ വാല്യൂ ഉള്ള സെല്ലുകളുടെ എണ്ണം എത്ര? അങ്ങനെയെങ്കിൽ നമുക്കിവിടെ എണ്ണി നോക്കാം. 1 2 3. എങ്ങനെയാണ് ഇത് ചെയ്ത് നോക്കുക? റിസൾട്ട് കാണേണ്ട സെല്ല് സെലക്ട് ചെയ്യുക, ഈക്വൽ ടു സൈൻ രേഖപ്പെടുത്തുക, കൗണ്ട് ഇഫ് എന്ന് രേഖപ്പെടുത്തുക. കൗണ്ട് ഇഫ് എൻ്റർക്ക് പ്രസ് ചെയ്യുക. ആദ്യം റേഞ്ച് സെലക്ട് ചെയ്യുക. എന്താ റേഞ്ച്? ക്രൈറ്റീരിയയ്ക്ക് വേണ്ടി പരിഗണിക്കുന്ന സെൽ റേഞ്ചാണ് റേഞ്ച്. അപ്പോൾ ക്രൈറ്റീരിയയ്ക്ക് വേണ്ടി നമ്മൾ പരിഗണിക്കുന്ന സെൽ റേഞ്ച് A1 മുതൽ E1 വരെയാണ്. സെലക്ട് ചെയ്തു, കോമ. ഇനി ഡബിൾ കോട്ട്സിൽ ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ കണ്ടീഷൻ ക്രൈറ്റീരിയ നൽകുക. എന്താണ് ക്രൈറ്റീരിയ? സെല്ലുകൾ എണ്ണുന്നതിന് വേണ്ടി പരിഗണിക്കുന്ന കണ്ടീഷനാണ്. എന്താണ് കണ്ടീഷൻ? 500ഓ അതിന് മുകളിലോ വാല്യൂ ഉള്ള സെല്ലുകളുടെ എണ്ണം. അങ്ങനെയെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഷിഫ്റ്റ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 500, 500ഓ അതിന് മുകളിലോ ഉള്ള വാല്യൂ, 500ഓ അതിന് മുകളിലോ ഉള്ള വാല്യൂ ഉൾപ്പെടുന്ന സെല്ലുകളുടെ എണ്ണം എത്ര? എന്നിട്ട് എൻ്റർക്ക് പ്രസ് ചെയ്യുക. 3. ഓക്കെ, വൈറ്റ് എന്ന ടെക്സ്റ്റ് ഉൾപ്പെടുന്ന സെല്ലുകളുടെ എണ്ണം എത്ര? എങ്ങനെ കാണും നമ്മൾ? ഈക്വൽ ടു കൗണ്ട് ഇഫ്, ഈക്വൽ ടു കൗണ്ട് ഇഫ് എൻ്റർക്ക് പ്രസ് ചെയ്യുക. റേഞ്ച് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പരിഗണിക്കുന്ന സെൽ റേഞ്ച്, കോമ. എന്താണ്? വൈറ്റ് എന്ന വേർഡ് സ്ഥിതി ചെയ്യുന്ന സെല്ലുകളുടെ എണ്ണം. അങ്ങനെയെങ്കിൽ നമ്മൾ ഡബിൾ കോട്ട്സിൽ വൈറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. വൈറ്റ് എന്നിട്ട് എൻ്റർക്ക് പ്രസ് ചെയ്യുക. 3 ആണോ നോക്കുക? 1 2 3. ഓക്കെ, 1000ൽ കൂടുതൽ വാല്യൂ സ്ഥിതി ചെയ്യുന്ന സെല്ലുകളുടെ എണ്ണം എത്ര? എങ്ങനെ കാണാം? ഈക്വൽ ടു കൗണ്ട് ഇഫ് എൻ്റർക്ക് പ്രസ് ചെയ്യുക. റേഞ്ച് സെലക്ട് ചെയ്യുക, കോമ. ഡബിൾ കോട്ട്സിൽ ഗ്രേറ്റർ ദാൻ 1000, ഷിഫ്റ്റ് ഗ്രേറ്റർ ദാൻ കീ എന്നിട്ട് 1000, ഡബിൾ കോട്ട്സ് എൻ്റർക്ക് പ്രസ് ചെയ്യുക. എത്രയായിരിക്കും ഉണ്ടാവുക? ആലോചിച്ചേ. ഈ ബോക്സിൽ 2. ഇങ്ങനെയാണ് കൗണ്ട് ഇഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. താങ്ക് യു.